നമസ്കാരം. ഇറാൻ അമേരിക്ക സംഘർഷവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം പുറത്തു വന്ന ചില വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തേത് ആരും എടുക്കാത്ത, എവിടെയും എടുക്കാത്ത ഒരു ചരക്കായി ഇസ്രായേൽ മാറി എന്നുള്ളത് തന്നെയാണ്. അമേരിക്കക്ക് ഒരു വലിയ ബാധ്യതയായി ഇസ്രായേൽ മാറിയിരിക്കുന്നു. ഈ ബാധ്യത ഒന്ന് ഇറക്കി വെച്ചാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അമേരിക്കയും ട്രംപും പോയിരിക്കുന്നു. അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചില പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ അമേരിക്കയിൽ ഉയർന്നു വരുന്ന വാർത്തകളും നമ്മളൊക്കെ കണ്ടിരുന്നു. അത്തരത്തിലുള്ള ചില വാർത്തകൾ നമ്മുടെ ശ്രദ്ധയിലെത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ട്രംപിനും മടുത്തു, അമേരിക്കൻ ഭരണകൂടത്തിനും മടുത്തു. എന്തിനാണ് ഇസ്രായേലിനെ ചുമക്കുന്നത്? ഇസ്രായേലിനെ ചുമന്നതിന്റെ ഭാഗമായി നഷ്ടമല്ലാതെ നേട്ടങ്ങളൊന്നുമില്ല എന്നുള്ളൊരു തിരിച്ചറിവ് അമേരിക്കക്ക് ഉണ്ടായിരിക്കുന്നു എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. രണ്ടാമത്തേത്, ഇവിടെ അമേരിക്ക ഹോർമൂസിൽ പ്രഖ്യാപിച്ച ഉപരോധം, ഈ ഉപരോധത്തെ ഇറാൻ ഒരിക്കൽ കൂടെ മറികടന്നു എന്നുള്ളതാണ്. അട്ടപടലം പാളിയിരിക്കുന്നു. ഉപരോധം മൂഞ്ചി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്തരത്തിലൊരു ഭാഷ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അത്തരമൊരു അവസ്ഥയിലേക്ക് ഇപ്പോൾ അമേരിക്കയുടെ ഉപരോധം എത്തിയിരിക്കുന്നു. ഇറാന്റെ നാവികസേനയുടെ അകമ്പടിയോടുകൂടി ഇറാന്റെ ചരക്ക് കപ്പലുകൾ വീണ്ടും ഇറാൻ തുറമുഖത്ത് എത്തി എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഇറാനിൽ നിന്നും പുറത്തു വരുന്നത്. എന്നാൽ ചില കാര്യങ്ങൾ അവർ വ്യക്തമാക്കിയിട്ടില്ല. അതായത് ഏത് തുറമുഖത്തേക്കാണ്, ഏതു വഴിയാണ് കപ്പൽ പോയത്, എവിടെ നിന്നാണ് വന്നത് എന്ന കാര്യങ്ങളൊന്നും വ്യക്തമാക്കിയിട്ടില്ല. ഇറാന്റെ നാവികസേന അകമ്പടി സേവിച്ചിരുന്നു. അമേരിക്കക്ക് ഈ കപ്പലിനെ തൊടാനായില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ മൂന്നാമത്തെ വിവരം എന്ന് പറയുന്നത്, ഏതെങ്കിലും വിധേന ഇവിടെ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ ഇറാനുമായി ഒരു ചർച്ച നടത്തി ഒരു കരാറുണ്ടാക്കി തടി തപ്പിയാൽ മതി എന്ന് ചിന്തിക്കുന്ന അത്തരമൊരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്ന അമേരിക്ക ഇപ്പോൾ ഇറാന് മുന്നിൽ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഏറ്റവും അവസാനം അമേരിക്കയിൽ നിന്ന് ട്രംപ് തന്നെ വണ്ടി പിടിച്ച് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ ഇറാനുമായുള്ള ചർച്ചയ്ക്ക് വരുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ഫോണിലൂടെ വിളിച്ച്, അല്ലെങ്കിൽ ചിലതൊക്കെ ആജ്ഞാപിച്ച് കൽപ്പിച്ച് മാത്രം പരിചയമുള്ള ട്രംപ് ഇപ്പോൾ ഇറാന് മുന്നിൽ നേരിട്ട് ഹാജരാകാൻ വരുന്നു. ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ട്രംപും ഇസ്രായേലും ഒക്കെ സറണ്ടർ ആകണമെന്ന്. എന്തായാലും അത്തരത്തിൽ ഇവിടെ ഇറാന് മുന്നിൽ ട്രംപ് ഹാജരാകാൻ പോകുന്നു. എല്ലാ തെറ്റുകുറ്റങ്ങളും തുറന്നു പറഞ്ഞ് കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കുപോക്ക് നടക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ പല ഓഫറുകളും അമേരിക്ക മുന്നോട്ട് വെച്ചിരുന്നു ഈ യുദ്ധത്തിൽ നിന്ന് ഇറാൻ ഒന്ന് പിന്മാറാൻ, ഒരു കരാറിലെത്തുന്നതിന് വേണ്ടി. ലോകരാജ്യങ്ങളിൽ മരവിപ്പിച്ചു വെച്ചിട്ടുള്ള ഇറാന്റെ പണമൊക്കെ അതൊക്കെ വിട്ടു നൽകാം, അതൊക്കെ ഇറാന്റെ അക്കൗണ്ടിൽ എത്തും എന്നുള്ള ഒരു ഓഫർ അമേരിക്ക കൊടുത്തു എന്ന വിവരങ്ങളാണ് നേരത്തെ പുറത്തു വന്നത്. ഏതായാലും തൽക്കാലം ഉപരോധം പിൻവലിക്കൂ, അതിനുശേഷം ചർച്ചയാകാം എന്നതായിരുന്നു ഇറാന്റെ നിലപാട്. ഏറ്റവും അവസാനം പുറത്തു വന്ന വാർത്ത പോലും അത്തരത്തിലുള്ളതാണ്. എന്നാൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ട്രംപ് തന്നെ നേരിട്ട് ഇറാന് മുന്നിലേക്ക് വരുന്നു ചർച്ചകൾ നടത്തുന്നതിന് വേണ്ടി. ഇനിയെങ്കിലും ഇറാൻ ഒന്ന് കാര്യങ്ങൾ അവസാനിപ്പിക്കണം, ഇറാൻ ഇവിടെ ചർച്ചയ്ക്ക് തയ്യാറാകണം, നേരിട്ട് ട്രംപ് തന്നെ വരാൻ പോകുന്നു എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. എന്തായാലും എല്ലാ നിലക്കും പണി പാളി എന്നുള്ളത് തന്നെയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുറത്തു വരുന്ന വിവരം.